നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. ഉത്തര കൊറിയ അതിവേഗം ഒരു സമ്പൂർണ്ണ ആണവ ഫാക്ടറിയായി മാറുകയാണ്. കിം ജോങ് ഉന്നിന്റെ ഭരണത്തിന് കീഴിൽ പുതിയ ആണവ പോർമുനകൾക്കായി ഇന്ധനം ഉൽപ്പാദിപ്പിക്കുകയും ലോകത്തെവിടെയും എത്താൻ ശേഷിയുള്ള മിസൈലുകൾ പരീക്ഷിക്കുകയും ചെയ്യുന്ന ഭീകരശക്തിയായി ഉത്തര കൊറിയ മാറിയിരിക്കുന്നു. ദക്ഷിണ കൊറിയയിൽ US സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന് തക്കതായ മറുപടി നൽകുമെന്ന് ഉത്തര കൊറിയൻ തലവൻ കിം ജോങ് ഉൻ പറഞ്ഞിരുന്നു. കൂടുതൽ സൈനിക കരുത്തും തന്ത്രങ്ങളും ആവിഷ്കരിച്ച് US-ന് മറുപടി നൽകുമെന്ന് കിം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഉത്തര കൊറിയ വലിയ തോതിൽ ആയുധങ്ങളും യുറേനിയവും സംഭരിച്ചിരിക്കുന്നു എന്ന ദക്ഷിണ കൊറിയയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ദക്ഷിണ കൊറിയയിൽ US ശക്തി വർദ്ധിപ്പിക്കുന്നതിന് അനുസരിച്ച് മേഖലയിൽ നമ്മുടെ തന്ത്രപരമായ താൽപ്പര്യവും വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേക താൽപ്പര്യങ്ങൾക്കായി പ്രത്യേക സമ്പത്ത് തന്നെ അനുവദിക്കുകയും ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. സൈനിക സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് കിം രാജ്യത്തെ ഔദ്യോഗിക മാധ്യമമായ KCNA-യിലൂടെയാണ് വ്യക്തമാക്കിയത്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ശത്രുക്കൾക്ക് അവരുടെ സുരക്ഷാ ചുറ്റുപാട് വികസിക്കുന്ന ദിശയെക്കുറിച്ച് ആശങ്കയുണ്ടാകാം എന്നാണ്. ഒരു സംശയവും വേണ്ട, കൂടുതൽ സൈനിക സമ്പത്ത് വികസിപ്പിക്കും. US-നും ദക്ഷിണ കൊറിയയ്ക്കുമുള്ള മുന്നറിയിപ്പിലാണ് കിം ഇത് പറയുന്നത്. ഉത്തര കൊറിയ ആണവ പ്രതിരോധവും വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ഭാഗമായി രാജ്യത്ത് കൂടുതൽ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും ആണവായുധങ്ങൾ കൂടിയേ തീരൂ എന്ന നിലപാടിലാണ് കിം. ഹ്വാസോങ് 20 ICBM 15,000 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെ കൃത്യമായി ഉന്നം വെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ ശേഷിയുള്ള ഈ ചുവപ്പൻ വിസ്മയം ഇന്ന് അമേരിക്കയുടെ ഉറക്കം കെടുത്തി കഴിഞ്ഞു. രാജ്യത്തെ ഏറ്റവും ശക്തമായ ആണവ തന്ത്രപരമായ ആയുധ സംവിധാനമാണ് ഇത്. ഹ്വാസോങ് പരമ്പരയിലെ ഈ നൂതന മിസൈലുകൾ അമേരിക്കൻ വൻകരയിൽ എവിടെയും ലക്ഷ്യം വയ്ക്കാനുള്ള ശേഷി ഉത്തര കൊറിയയ്ക്ക് നൽകുന്നുണ്ട്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉത്തര കൊറിയയുടെ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടാണ് ഹ്വാസോങ് 20 പ്രതിഫലിപ്പിക്കുന്നത്. ഒന്നിലധികം വാർഹെഡുകൾ എത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ സംവിധാനം നിലവിലുള്ള അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ പര്യാപ്തമാണ്. ഉത്തര കൊറിയയുടെ ആണവ സംവിധാനത്തിൻ്റെ ഹൃദയമായ യോങ്ബ്യാൺ എന്ന ആണവ സമുച്ചയം ഇപ്പോൾ ഒരൊറ്റ ആണവ നിർമ്മാണ ശാലയായി മാറിയിരിക്കുന്നു. ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. സമുച്ചയത്തിൻ്റെ പരിസരം പുതിയ കെട്ടിടങ്ങൾ, കോൺക്രീറ്റ് നിർമ്മാണങ്ങൾ, ആവി ഉയരുന്ന റിയാക്ടറുകൾ, വളരെ വലിയ ആണവ മാലിന്യം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. ഏറ്റവും ശക്തമായ ആണവായുധം എന്ന് നോർത്ത് കൊറിയൻ ഭരണകൂടം വിശേഷിപ്പിച്ച മിസൈലാണ് ഹ്വാസോങ് 20. ഈ മിസൈലിന് US-ലെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ എത്താൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ. ഹ്വാസോങ് 14, ഹ്വാസോങ് 15 പോലുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകൾക്ക് പുറമെ ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഹ്വാസോങ് 18 പോലുള്ള മിസൈലുകളും ഉത്തര കൊറിയ നിർമ്മിച്ചു കഴിഞ്ഞു. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന മിസൈലുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിക്ഷേപിക്കാൻ കഴിയുന്നതിനാൽ ഇവ കണ്ടെത്താനും പ്രതിരോധിക്കാനും പ്രയാസമാണ്. ആരെയും പേടിയില്ലാത്ത, ആരുടെയും മുന്നിൽ മുട്ടുമടക്കാത്ത കിം ജോങ് ഉന്നിന്റെ കമ്മ്യൂണിസ്റ്റ് വീര്യം പടുത്തുയർത്തിയ, ലോകത്തെ തന്നെ ചാരമാക്കാൻ ശേഷിയുള്ള ഇത് വെറുമൊരു മിസൈലല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിൻ്റെ അഹങ്കാരത്തിന് കാലം കരുതിവെച്ച തിരിച്ചടി തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ സകലമാന വീരവാദത്തെയും കടപുഴക്കി എറിയാൻ പോകുന്ന കിമ്മിൻ്റെ ഈ അത്യാധുനിക ആയുധം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ചെറിയ അളവിൽ ട്രിറ്റിയം ഉപയോഗിച്ച് കൂടുതൽ ശക്തമായ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ബൂസ്റ്റഡ് ഫിഷൻ ആയുധങ്ങളിലേക്കും കൂടുതൽ മിസൈലുകളിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന ചെറിയ പോർമുനകളിലേക്കും ഉത്തര കൊറിയ നീങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ എന്തുതന്നെ ആയാലും അമേരിക്ക പോലുള്ള ശക്തികളെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് കിം ജോങ് ഉൻ അല്ലെങ്കിൽ ഉത്തര കൊറിയ മുന്നോട്ട് പോകുന്നത്. 2025 ഒക്ടോബറിൽ ഉത്തര കൊറിയ നടന്ന വർക്കേഴ്സ് പാർട്ടിയുടെ 80ാം വാർഷിക പരേഡിൽ ലോകം ഒരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. ശക്തമായ തന്ത്രപരമായ ആണവായുധം ഹ്വാസോങ് 20. അത് ഉത്തര കൊറിയയുടെ ഔദ്യോഗിക മാധ്യമമായ KCNA ഇതിനെ വിശേഷിപ്പിച്ചത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ആണിക്കല്ല് എന്നാണ്. 15,000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ ഭീകരൻ മിസൈൽ ഇന്ന് വാഷിംഗ്ടൺ DC മുതൽ ന്യൂയോർക്ക് വരെയുള്ള എല്ലാ പ്രധാന അമേരിക്കൻ നഗരങ്ങളെയും ലക്ഷ്യമിടാൻ കെൽപ്പുള്ളതാണ്. അമേരിക്കൻ നഗരങ്ങളെ ലക്ഷ്യമിടാൻ ശേഷിയുള്ള വിനാശകാലത്തെ മിസൈൽ ഡൂംസ്ഡേ മിസൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഖനനത്തിൽ വികസിപ്പിച്ചെടുത്ത സോളിഡ് ഫ്യൂവൽ മിസൈലുകളും ആണവ മിസൈൽ പരീക്ഷണങ്ങളും കിമ്മിൻ്റെ സൈനിക ശക്തിയുടെ ഭാഗമാണ്.
അമേരിക്കൻ പൗരന്മാർ സുരക്ഷിതരാണ് എന്ന ട്രംപിന്റെ അവകാശവാദം ഇതോടെ കടലാസ് കൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുകയാണ്. ഹ്വാസോങ് 20യുടെ സാങ്കേതിക വിദ്യ പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ച് ഒരു പ്രഹേളികയാണ്. പഴയ ദ്രവ ഇന്ധന മിസൈലുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കാർബൺ ഫൈബർ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഉയർന്ന ത്രസ്റ്റ് ഖര ഇന്ധന എഞ്ചിനാണ് കിം ജോങ് ഉന്നിന്റെ ശാസ്ത്രജ്ഞർ ഇതിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. മുൻകൂട്ടി ഇന്ധനം നിറയ്ക്കാനും മിനിറ്റുകൾക്കുള്ളിൽ വിക്ഷേപിക്കാനും കഴിയുന്ന ഈ വിദ്യ ഉപഗ്രഹ സംവിധാനങ്ങൾക്കോ അമേരിക്കയുടെ മിസൈൽ കവചങ്ങൾക്കോ കണ്ടെത്താൻ പോലും സാധിക്കില്ല എന്നതാണ് വാസ്തവം. 200 ടൺ ട്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഇതിന്റെ എഞ്ചിൻ ഹ്വാസോങ് 18നെ അപേക്ഷിച്ച് 40% ശക്തി കൂടുതലാണെന്ന് പറയുന്നു. ഈ മിസൈലിന്റെ രൂപകൽപ്പനയിലെ മാറ്റങ്ങൾ അമേരിക്കൻ സൈനിക വിദഗ്ധരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഹ്വാസോങ് 19 പോലുള്ള മുൻ മോഡലുകളെ അപേക്ഷിച്ച് ഇതിന്റെ മൂക്ക് കോണിന് നോസ് കോണിന് കൂടുതൽ വീതിയും മൂർച്ചയുമുണ്ട്. ഇതിനർത്ഥം ഒരൊറ്റ മിസൈലിന് ഒരേ സമയം നിരവധി ആണവ വാർഹെഡുകൾ വഹിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത നഗരങ്ങളെ ഒരേ സമയം ആക്രമിക്കാനും കഴിയുമെന്നാണ്. 11 ആക്സിലുള്ള ഭീമാകാരമായ വിക്ഷേപണ വാഹനത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ മിസൈൽ എവിടെ നിന്നും ഏതു നിമിഷവും പറന്നുയരാൻ സജ്ജവുമാണ്. റഷ്യൻ ഡിസൈനുകളോട് കിടപിടിക്കുന്ന ഇതിൻ്റെ സെൻട്രൽ ഇറക്ഷൻ മെക്കാനിസം വിക്ഷേപണ സമയത്ത് മിസൈലിന് കൃത്യമായ സ്ഥിരത നൽകുന്നു. വിദഗ്ധരുടെ കണക്കനുസരിച്ച് ഉത്തര കൊറിയയുടെ ആണവശേഖരം അതിവേഗം വർദ്ധിക്കുകയാണ്. ഈ വർഷം ആദ്യം ഉത്തര കൊറിയയ്ക്ക് ഏകദേശം 50ഓളം പോർമുനകൾ ഉണ്ടായിരുന്നു. നിലവിലെ നിരക്കിൽ പോയാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇത് 150-ലധികമായി ഉയരുമെന്നും 2030ഓടെ ചെറിയ ശീതയുദ്ധ ആണവ ശക്തികളുടെ നിലയിലേക്ക്, അതായത് 100 കണക്കിന് പോർമുനകൾ എത്താനും സാധ്യതയുണ്ട്. തൻ്റെ യുദ്ധ പ്രതിരോധ തന്ത്രത്തിൻ്റെ അവസാന വാക്കായി കിം ജോങ് ഉൻ ഹ്വാസോങ് 20യെ അവരോധിക്കുമ്പോൾ ലോകം തിരിച്ചറിയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൻ്റെ അതിജീവനത്തിൻ്റെ കരുത്തുകൂടിയാണ്. അമേരിക്കൻ ഭീഷണികളെ വകവയ്ക്കാതെ സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത ഈ ആയുധം വിദേശ സൈനിക ഇടപെടലുകൾക്കുള്ള കനത്ത താക്കീതും ആണ്. അപ്പോൾ എന്തായാലും അമേരിക്ക പോലുള്ള വമ്പൻ ശക്തികൾ ഇനി പേടിച്ചേ തീരൂ. കിം ജോങ് ഉൻ അല്ലെങ്കിൽ തന്നെ ഒരു ഭ്രാന്തനാണ് എന്ന് പറയാം. അതിൻ്റെ ഒപ്പം തന്നെ ഇത്രയധികം സൈനിക ബലവും കൂടി വന്നാൽ കിം ജോങ് ഉൻ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുക എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടത് തന്നെയാണ്. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.